മെഡിസിൻ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. പ്രത്യേകിച്ച് ആയുർവേദം ആകുമ്പം കുറച്ച് ടൈപ്പുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ അവരോട് തമാശയിൽ കൂടെ ഒക്കെ പറഞ്ഞ് അവരെ കഴിക്കാൻ നിർബന്ധിച്ച് പിന്നെ അത് കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു ഒക്കെ ഒരു ആൾക്കാരൊക്കെ കഴിക്കും. അങ്ങനെ കഴിക്കാത്ത പ്രശ്നമില്ല. എന്നാലും ചില പേഷ്യൻസ് ഒക്കെ മടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, കഴിക്കണം. എന്താണെങ്കിലും എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റിന് ഒപ്പം തന്നെ ഇന്റേണൽ മെഡിസിനും കൂടെ കഴിച്ചാലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ഒരു അങ്ങനെ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ന്യൂറോ മെഡിസിൻ ഇങ്ങനെ പാരലൈസ്ഡ് ആയ പേഷ്യൻസ് വന്നിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി കൊണ്ടും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടൊക്കെ ഒത്തിരി മാറ്റം ചേഞ്ചസ് വന്നു പോയ പേഷ്യൻസ് ഉണ്ട്. ഇയർലി വന്ന പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ ഫോളോ അപ്പ് ആയിട്ട് വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് പോയ അറബ്സും ഒക്കെ ഉണ്ട്. ഒത്തിരി അറബ്സ് വന്നു പോയിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസും പറയുന്നത് ഒന്ന് ട്രീറ്റ്മെന്റ്, പിന്നെ സ്റ്റാഫിന്റെ പെരുമാറ്റം, പിന്നെ ക്യാൻറ്റീനിലെ ഫുഡ്, പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാം ആൻഡ് ക്വയറ്റ് അതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു 1-2 ദിവസം ഒരു അടുപ്പുണ്ടാവില്ല. പിന്നെ എല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ ആകും. പേഷ്യൻസ് നമ്മളോട് അതുപോലെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും നല്ലൊരു സന്തോഷത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക.